Good morning students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2 ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് HRP എന്ന് പറയും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലേ. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന് നമുക്ക് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം അല്ലേ. എത്രത്തോളം എംപ്ലോയീസ് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ വേണം, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസ് അധികമായിട്ടുള്ള എംപ്ലോയീസ് ആണോ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ളത്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഡിസൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മൾ മാനേജ്മെൻറ്റിൽ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ് പ്ലാനിങ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഒരു വർക്ക് അല്ലേ. അപ്പം നമുക്ക് പ്ലാൻ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. Human resource planning HRP is the first step in the human resource മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക അല്ലേ. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. HRP is the process by which an organization ensures that it has the right number and right people at the right place at the right time. അപ്പം നമുക്ക് ത്രൂ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ ഓർഗനൈസേഷൻ എൻഷുർ നമുക്ക് ഉറപ്പാക്കാം, എന്തുറപ്പാക്കാം, റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ്, കറക്റ്റ് RIGHT അല്ലേ, കറക്റ്റായിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് ആൻഡ് കൈൻഡ് ഓഫ് പീപ്പിൾ, നമ്മുടെ ക്വാളിറ്റിയുള്ള പീപ്പിൾ അറ്റ് ദി റൈറ്റ് പ്ലേസ്, കൃത്യമായിട്ടുള്ള സ്ഥലത്ത്, അതായത് ഓരോരുത്തർക്കും ആപ്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം അറ്റ് റൈറ്റ് ടൈം, ഏറ്റവും കൃത്യമായിട്ടുള്ള സമയത്ത്. അതായത് നമുക്ക് എപ്പോഴാണോ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ളത് ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, അതായത് നമുക്ക് നാളെ പ്രൊഡക്ഷൻ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ആൻഡ് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം, capable of effectively and efficiently completing those tasks that will help the organization to achieve the overall objective. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമാണ്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് നമ്പർ അറ്റ് ദി റൈറ്റ് പീപ്പിൾ അറ്റ് ദി റൈറ്റ് ടൈം അറ്റ് ദി റൈറ്റ് പ്ലേസ്. നിങ്ങൾ സ്റ്റാഫിങ് പഠിച്ചിട്ടുണ്ട്, ഈ സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും കൃത്യമായിട്ട് ഉള്ള നമ്പറിൽ, കൃത്യം ക്വാളിറ്റിയിൽ, ഏറ്റവും ശരിയായിട്ടുള്ള സ്ഥലത്ത് തന്നെ, അതായത് ആപ്റ്റായിട്ടുള്ള പ്ലേസിൽ തന്നെ, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ എംപ്ലോയീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെങ്കിൽ വി വാണ്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ്സ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ത്രൂ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കൂടെ നമ്മൾ ഉറപ്പാക്കുന്ന എന്താണ്, റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ് അല്ലേ. അതാണ് കേപ്പബിൾ ഓഫ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി കംപ്ലീറ്റിംഗ് ദോസ് ടാസ്ക്. ഈ കാര്യം നമ്മൾ എഫക്റ്റീവായിട്ട് വളരെ ഫലപ്രദമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് വി ക്യാൻ അച്ചീവ് അല്ലേ. നമുക്ക് ഏറ്റവും നല്ല എംപ്ലോയീസിനെ ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അവരെന്ത് ചെയ്യും, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായി. സോ വി ക്യാൻ അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ദെൻ HRP ഈസ് ഓൾസോ നോൺ ആസ് ദ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് തന്നെ ഹ്യൂമൻ റിസോഴ്സിനെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യവും മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. ദാറ്റ്സ് planning. Human resource planning is also known as manpower planning.
നമ്മൾ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയാം, എംപ്ലോയ്മെൻറ്റ് പ്ലാനിംഗ് എന്നും ലേബർ പ്ലാനിംഗ് എന്നും പേഴ്സണൽ പ്ലാനിംഗ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അതർ പേരുകളാണ് മാൻ പവർ പ്ലാനിംഗ്. മാൻ പവർ പ്ലാനിംഗ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ദെൻ നിങ്ങൾ കുറച്ച് മുന്നുള്ള ടെക്സ്റ്റുകൾ, എഡിഷനുള്ള ടെക്സ്റ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഉണ്ടാവില്ല. എന്തോ ഉണ്ടാവുള്ളൂ, മാൻ പവർ പ്ലാനിംഗ് തന്നെയാണ് കാണാൻ കഴിയുള്ളൂ. ദെൻ എംപ്ലോയ്മെൻറ്റ് പ്ലാനിംഗ്, ലേബർ പ്ലാനിംഗ്, പേഴ്സണൽ പ്ലാനിംഗ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് നമ്പർ ഓഫ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് എന്താണ്, വി വാണ്ട്സ് ടു. Then നമുക്കൊരു മീനിങ് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഓർ മാൻ പവർ പ്ലാനിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി റിവ്യൂ ചെയ്യുന്നു HR requirements to ensure that is the required number of people with the required skills is available when they are needed. അതായത് ഇതാണ് മീനിങ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന മീനിങ് ഇതാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ് ഈസ് ദി പ്രോസസ്. ഇതൊരു പ്രോസസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോസസ് ആണ്. ഓഫ് സിസ്റ്റമാറ്റിക്കലി റിവ്യൂ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു അല്ലേ. HR റിക്വയർമെൻറ്റ്സ്, ദാറ്റ് മീൻസ് HR ഹ്യൂമൻ റിസോഴ്സിൻ്റെ നീഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യും. ഇൻഷുർ, എന്തിനു വേണ്ടി, ദാറ്റ് ഈസ് റിക്വയർഡ് നമ്പർ ഓഫ് എംപ്ലോയീസ്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് വിത്ത് റിക്വയർഡ് സ്കിൽസ്, ആവശ്യമായിട്ടുള്ള സ്കില്ലോട് കൂടി ഈസ് അവൈലബിൾ, ലഭ്യമാണ്. വെൻ ദേ ആർ നീഡഡ്, എപ്പോഴാണ്, വെൻ ദേ ആർ നീഡഡ്, എപ്പോഴാണോ അവരെ ആവശ്യമായിട്ട് ഉള്ളത് അപ്പോൾ, എപ്പോഴാണോ അവരെ ആവശ്യമായിട്ടുള്ള അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവരെ കിട്ടണം അല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്. അതിന് കിട്ടാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ് ഈസ് ദി പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി റിവ്യൂയിങ്, വിലയിരുത്തുന്നു HR റിക്വയർമെൻറ്റ്സ് ടു ensure that the required number of employees with the required skills is available when they are needed. ഈ പ്ലാനിങ്ങിൽ കൂടി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, റിക്വയർഡ് നമ്പർ ഓഫ് എംപ്ലോയീസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെ വിത്ത് ദി റിക്വയർഡ് സ്കിൽ, എല്ലാവിധ കപ്പാസിറ്റിയും കാലിബറോടും കൂടി തന്നെ നമുക്ക് അവൈലബിൾ വെൻ ദേ ആർ നീഡഡ്, അവ അവൈലബിൾ ആണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത ആഴ്ച പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഈ ആഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ എംപ്ലോയീസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കണം അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസ്, നിങ്ങളുടെ ഓർഗനൈസേഷനെ അടുത്ത ആഴ്ചത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ മുൻകൂട്ടി എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതിന് വേണ്ട പ്ലാനിങ് ഒക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മീനിങ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് എ പ്ലാനിങ് അബൌട്ട് ദി ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്. അങ്ങനെ വേണമെങ്കിലും സിമ്പിളായിട്ട് എഴുതാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഒന്നോടെയും പറയുകയാണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് വി ആർ ഡിസൈഡിങ് ദി ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്. തീരെ പഠിക്കാൻ കഴിയാത്തവർ ആ ഒരു മീനിങ് കൊടുക്കുക. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വി ആർ ഡിസൈനിങ് ദി ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ്. എന്തിനു വേണ്ടി, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ നീഡ്സ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യാനുള്ള കാരണം എന്താ, വെറുതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ, എന്തിനാ ഒരു പ്ലാനിങ് ചെയ്യണം അല്ലേ. നിങ്ങൾക്കറിയാം പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, അസസിങ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, വിലയിരുത്താൻ. അസസിങ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ് in order to we want to assess, first important assess future personal needs. ഫ്യൂച്ചറിൽ എത്രത്തോളം പേഴ്സണൽ നീഡ്സ് ഉണ്ടെന്ന് അസസ് ചെയ്യാൻ വി വാണ്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. അസസ് ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്, whether it is surplus labor or labor shortage, it give a picture of defective planning or a absence of planning is an organization. Whether it is a surplus labor, നമുക്ക് സർപ്ലസ് അധികം ലേബർ ഉണ്ടോ, ലേബർ ഷോർട്ടേജ് ഉണ്ടോ,
It gives അത് നൽകുന്നു a picture of defective planning. തെറ്റായ ഒരു പ്ലാനിങ്ങിൻ്റെ പിക്ചറാണ് അവിടെ കാണിച്ചത്. ഓർ ആബ്സെൻസ് ഓഫ് പ്ലാനിങ്, അല്ലെങ്കിൽ അവിടെ പ്ലാനിങ് ഉണ്ടായി ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് അസസിങ് പേഴ്സണൽ നീഡ്സ്. നമുക്ക് പേഴ്സണൽ നീഡ്സ് അസസ് ചെയ്യണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, വിലയിരുത്തണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഷുവറായിട്ട് എന്തുണ്ടാകും? ഒന്നെങ്കിൽ സർപ്ലസ് ഓഫ് ദി ലേബർ, ഒരാളുടെ ഒന്നും അല്ല കുറേ ആൾക്കാരുടെ സർപ്ലസ് ഉണ്ടാവാം, അല്ലെങ്കിൽ deficit or absence of labor shortage, ഡെഫിഷ്യൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ ഷോർട്ടേജ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഒന്നെങ്കിൽ കുറവുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണ്? ഡിഫക്റ്റീവ് പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പ്ലാനിങ് ഉണ്ട്. ഒന്നെങ്കിൽ പ്ലാനിങ് തെറ്റാണ്, അല്ലെങ്കിൽ പ്ലാനിങ് നടന്നിട്ടില്ലെങ്കിലാണ് ഈ സംഭവം ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. സോ അസസിങ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുന്നു, നമ്മൾ വിലയിരുത്തുന്നു. അസസിങ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. അസസിങ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, നമുക്ക് ഫ്യൂച്ചറിലെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നീഡ്സ് അറിയണമെങ്കിൽ വി വാണ്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്ത് നമുക്ക് ആവശ്യമാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. അസസിങ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്. ഓക്കെ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഫോർ അതർ HR ഫങ്ഷൻസ്. പിന്നീട് ഫൗണ്ടേഷൻ ഫോർ അതർ HR ഫങ്ഷൻസ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ബാക്കി എല്ലാ ഫങ്ഷൻസും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ഒറ്റ ഫങ്ഷൻ മാത്രമല്ല, എന്തുണ്ട്? കുറേ ഫങ്ഷനുകൾ ഉണ്ട്. അപ്പോൾ എല്ലാ ഫങ്ഷനുകളുടെയും ഒരു ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ HR ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. So HRP human resource planning provide the essential information needed for other HR functions. നമ്മുടെ ബാക്കിയുള്ള HR ഫങ്ഷനുകൾക്കൊക്കെയുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. അതായത് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തണം, സെലക്ഷൻ നടക്കണം, ട്രെയിനിങ് നടക്കണം, ഡെവലപ്മെൻറ്റ് നടത്തണം, പ്രൊമോഷൻ നടത്തണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ ആരാണ് പ്രൊവൈഡ് ചെയ്യുക? ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഓർഗനൈസേഷന് 10 എംപ്ലോയീസ് നമുക്ക് റിക്രൂട്ട് ചെയ്യണം അടുത്ത ആഴ്ച. കുറേ എംപ്ലോയീസിനെ ആവശ്യമുണ്ടെന്നറിയാം, പക്ഷേ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ എന്ത് വേണം? ആ നമ്പർ അറിയണം. അതാരാ തരിക? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസിന് ട്രെയിനിങ് വേണം, എത്ര എംപ്ലോയീസിന് ഡെവലപ്മെൻറ്റ് വേണം, അതിനെക്കുറിച്ചൊക്കെയുള്ള പ്ലാനിങ് ആരാണ് ചെയ്തത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് ചെയ്യുക. ഓക്കെ. സോ അതുകൊണ്ടാണ് പറയുന്നത് ഫൗണ്ടേഷൻ ഫോർ അതർ HR ഫങ്ഷൻസ്. നെക്സ്റ്റ് കോപ്പിംഗ് വിത്ത് ചേഞ്ചസ്. വിത്ത് ദി ചേഞ്ചസ്, നമുക്ക് ചേഞ്ചസിൻ്റെ, നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ചേഞ്ചസ് ആവും അല്ലേ? അപ്പോൾ അതനുസരിച്ച് എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിലും ചേഞ്ചസ് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൽ എന്തുണ്ടാകണം? ചേഞ്ചസ് ഉണ്ടാകണം. കോപ്പിംഗ് വിത്ത് ചേഞ്ചസ് ഇൻ ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ലൈക്ക് കോമ്പറ്റീഷൻ, ടെക്നോളജി, ഗവൺമെൻറ് ഗൈഡ് ലൈൻസ്, ഗ്ലോബൽ മാർക്കറ്റ്, ഇവിടെയൊക്കെ എന്തുണ്ടാകും? ചേഞ്ച്. Bring changes in the nature of the job. Bring changes in the nature of the job. ജോബിൻ്റെ നേച്ചർ അനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരിക. ദിസ് മീൻസ് ചേഞ്ചസ് ഇൻ ദി ഡിമാൻഡ് ഓഫ് പേഴ്സണൽസ്, കോൺസെപ്റ്റ് ഓഫ് ജോബ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് നീഡഡ് അല്ലേ? നമുക്കറിയാം ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പം ഓർഗനൈസേഷനിൽ എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവാം അല്ലെ? ക്വാളിഫിക്കേഷനിൽ അല്ലെ? ആളുകളുടെ ക്വാളിഫിക്കേഷനുള്ള നല്ല ക്വാളിറ്റിയുള്ള എംപ്ലോയീസിന് ചിലപ്പോൾ ആവശ്യമായി വരും, പുതിയ ടെക്നോളജി വരുമ്പോൾ അല്ലേ? ദെൻ കണ്ടന്റ് ഓഫ് ദി ജോബ് ചേഞ്ച് ചെയ്യാം. ദെൻ എക്സ്പീരിയൻസ് നീഡഡ് അല്ലെ? എംപ്ലോയീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ചിലപ്പോൾ എന്താണ് നമുക്ക് ആവശ്യം ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ എന്താണ്? നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനെ പിടിച്ചു നിൽക്കണമെങ്കിൽ വി വാണ്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, കോപ്പിംഗ് വിത്ത് ചേഞ്ചസ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ എഴുതൊന്നും വേണ്ട, നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. ജസ്റ്റ് ഓർത്തിരുന്നത്. നാലാമത്തെ ഇൻവെസ്റ്റ്മെന്റ്
perspective. As a result of changes in the mindset of management, investment in human resources is viewed as better concept in long-run success of the enterprise. ചില സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലുള്ള ആ വ്യൂ എന്ത് ചെയ്യാം ചേഞ്ചസ് വരാം. ചേഞ്ചസ് ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ്, അതായത് ചേഞ്ചസ് ഇൻ ദി വ്യൂ ഓഫ് എ എംപ്ലോയി മാനേജ്മെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വ്യൂവിൽ ചേഞ്ചസ് വരണം. ദാറ്റ് മീൻസ് വി ആർ കൺസിഡറിങ് employees as the asset, so we are investing in the investment in the human resource. As a result of changes in mindset of managementന്റെ മൈൻഡ്സെറ്റിൽ എന്തുണ്ടാവാം, ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യും, അവർ കൂടുതൽ അഡീഷണൽ പ്രൊമോഷൻസും അതുപോലെ അഡീഷണൽ എംപ്ലോയീസിനെ വേണം അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അതായത് ഹ്യൂമൻ റിസോഴ്സിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ സമയത്തൊക്കെ നമുക്ക് എന്താവശ്യമാണ്, നമ്മുടെ ഒരു പ്ലാനിങ് ആവശ്യമാണ്. എത്ര എംപ്ലോയീസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ എംപ്ലോയീസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ ഏതൊക്കെ ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് ആണ്, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. സോ റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ ദി മൈൻഡ് സെറ്റ് ഓഫ് ദി സോ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ടു എ പ്ലാനിങ് നമുക്ക് എന്താണ് ആവശ്യം ആണ്. Next, expansion and diversification. Next step is expansion and diversification. Sometimes we are introducing expansion and diversification in the organization. അല്ലെ നമ്മളെ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാം, നല്ല കൂടുതലായിട്ട് വൈഡ് ആക്കാം. അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, പുതിയ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്താവശ്യമാണ്, വി വാണ്ട്സ് ടു ചേഞ്ചസ്, അല്ലെ വി വാണ്ട്സ് ടു പ്ലാനിങ് അബൌട്ട് ഹ്യൂമൻ റിസോഴ്സ്. During the expansion and diversification drive, more employees at various levels are needed. നമുക്ക് ആവശ്യമാണ്. Through proper HRP and organization comes to know about the exact recruitment of personnel in future plans. ഇവിടെയൊക്കെ നമുക്ക് എന്താണ്, we wants to a planning about a human resource, അല്ലെ ഹ്യൂമൻ റിസോഴ്സ് എത്രയുണ്ടെന്നൊക്കെ അറിഞ്ഞാലേ ബാക്കി റിക്രൂട്ട് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. സോ വി വാണ്ട്സ് ടു എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എല്ലാ ആക്ടിവിറ്റിക്കും ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എംപ്ലോയി ടേൺ ഓവർ. നമുക്കറിയാം ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകൽ. എത്ര നല്ല ഓർഗനൈസേഷൻ ആണെങ്കിലും എന്ത് ചെയ്യാം, എംപ്ലോയീസ് പിരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ നമുക്കറിയാം. നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പഴയത് ഒഴിവാക്കി പോകും. സോ വി വാണ്ട്സ് ടു റിക്രൂട്ട് ന്യൂ എംപ്ലോയീസ്. എവറി ഓർഗനൈസ് സഫർ ഫ്രം എ സ്മോൾ ടേൺ ഓവർ ഓഫ് ലെവൽ. ഇത്ര നല്ല ഓർഗനൈസേഷൻ ആണെങ്കിലും എന്ത് ചെയ്യാം, ചെറിയ ടേൺ ഓവർ ഉണ്ടാവാം. സംടൈംസ് ഓർ അതർ ദിസ് ഈസ് എ ഹൈ എമംഗ് യങ് ഗ്രാജുവേറ്റ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. അതായത് യങ് ഗ്രാജുവേറ്റ് പ്രൈവറ്റ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെ നമ്മളെ ഇപ്പം നിങ്ങളെപ്പോഴൊക്കെ ഞങ്ങളെപ്പോഴൊക്കെയുള്ളവരൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ നിൽക്കുമ്പം പെട്ടെന്ന് എന്ത് ചെയ്യാം, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളത് ഇതിനെ ഒഴിവാക്കി പോകാം. ദിസ് നെസസിറ്റേറ്റ് അഗെയിൻ ഡൂയിങ് മാൻപവർ പ്ലാനിങ് ഫോർ ഫർദർ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ്. അപ്പോൾ വീണ്ടും നമുക്ക് റിക്രൂട്ട് ചെയ്യണേൽ ഹയർ ചെയ്യണേലൊക്കെ എന്ത് ചെയ്യണം, പുതിയ പുതിയ പ്ലാനിങ് ആവശ്യമാണ്, അല്ലെ എത്ര എംപ്ലോയീസ് ആവശ്യമാണ്, ഏത് ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസ് ആണ് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യുന്നത്. സോ എംപ്ലോയി ടേൺ ഓവർ പോയിട്ട് നമുക്ക് വീണ്ടും റിക്രൂട്ട് ചെയ്യണം. വി വാണ്ട്സ് ടു പ്ലാനിങ്. ഓക്കെ. Next, conformity with the government guidelines. Sometimes we want to plans for a conformity with the government plans. That the government, in order to protect the weaker sections of the society, the Indian government has prescribed some norms for organization to follow. അല്ലെ നമുക്കറിയാം, some weaker sections ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തുണ്ട്, ഗവൺമെന്റ് ഗൈഡ്ലൈൻസും റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ഗൈഡ്ലൈൻസും റൂൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ സം നോംസ് for organization to follow. For example, reservation for SST, OBC, അല്ലെ അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ്, ex-servicemen, etc. in the job, ഇതൊക്കെ എന്താണ്, റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താവശ്യമാണ്, ഒരു പ്ലാനിങ് ആവശ്യമാണ്, അല്ലെ ഏത് തരത്തിലുള്ള എംപ്ലോയീസിനെ ഏത് കാറ്റഗറിക്ക് കൊടുക്കാം, അല്ലെ അതൊക്കെ. കൺഫോമിറ്റി വിത്ത് ഗവൺമെന്റ് ഗൈഡ്ലൈൻസ്. ഗവൺമെന്റ് ഗൈഡ്ലൈൻസിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വി വാണ്ട്സ് ടു കൺഫോമിറ്റി. Next, international expansion strategies. Sometimes we are introducing international expansion strategies of an organization depend upon HRP. Human resource planning എന്താണ് ആവശ്യമാണ്, നമ്മൾ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, വി വാണ്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്.
എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് ആവശ്യമാണ്. എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ എക്സ്പാൻഷനൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവശ്യമാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. അല്ല, നമുക്കറിയാം പുതിയ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ എന്ത് ചെയ്യുന്ന എത്ര എംപ്ലോയീസ് വേണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് വേണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നമുക്കൊരു പ്ലാനിങ് ആവശ്യമാണ്. So it become more challenging. So it is a very important for the organization. International expansion strategy adopt ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കണം. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഏതൊരു വർക്ക് ചെയ്യണമെങ്കിലും ഏതൊരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും വി വാണ്ട്സ് ടു എ പ്ലാനിങ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. സോ ലാസ്റ്റ് പോയിന്റ് ആണ് ഹാവിങ് ഹൈലി ടാലന്റഡ് മാൻ പവർ. ഇഫ് വി ഇൻ അവർ ഓർഗനൈസേഷൻ ഇഫ് യു വാണ്ട്സ് ടു എ ഹൈലി ടാലന്റഡ് പേഴ്സൺസ്, നമുക്ക് ഡ്യൂ ടു ചേഞ്ചസ് ബിസിനസ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ജോബ് ഹാവ് ബിക്കം മോർ ചലഞ്ചിങ് ആയി തീരുന്നുണ്ട്. അത് നമുക്കറിയാം, പുതിയൊരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, ബിസിനസ് ബിക്കം മോർ ചലഞ്ചിങ് ആവും. ആ ഒരു സിറ്റുവേഷനിൽ എംപ്ലോയി വി വാണ്ട്സ് ടു fill the new positions. Efficient HRB planning is needed for attracting and retaining well qualified and highly skilled talented efficient. അപ്പോൾ efficient HRB planning needed for attracting, നമുക്ക് നല്ലൊരു ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള നല്ല എംപ്ലോയീസിനെ, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? വി വാണ്ട്സ് ടു മാൻ പവർ പ്ലാനിങ്. അല്ലെ, നമ്മളൊന്നും ചെയ്യാണ്ട് വെറുതെ അഡ്വർടൈസ്മെന്റ് ഒന്നും കറക്റ്റായിട്ട് കൊടുക്കാണ്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, നിങ്ങളിപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് കുറേ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അതേസമയം നമ്മളൊരു പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 10 എംപ്ലോയീസിനെ വേണം, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, പക്ഷെ നിങ്ങൾ വെറുതെ ഒന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. എന്ത് ചെയ്യണം? അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്യണം. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേൾഡിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ ഹയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. അല്ലേ, അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ്, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, വി വാണ്ട്സ് ടു എഫിഷ്യൻറ്റ് HRP പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. ഹാവിങ് ഹൈലി ടാലന്റഡ് മാൻ പവർ ഇൻവെൻട്രി, നമുക്ക് നല്ല ടാലന്റഡ് ആയിട്ടുള്ള മാൻ പവർ ഇൻവെൻട്രി വേണമെങ്കിൽ, ഓർഗനൈസേഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്താണ്, വി വാണ്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നിങ്ങൾ നോക്കിയറിയാം, നല്ല മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ചെയ്യുക. അതായത് ആഡൊക്കെ കൊടുത്ത് കുറേ ദിവസത്തിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്ന റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് പല രീതിയിലായിരിക്കും ചെയ്യുക. അപ്പോൾ അതൊക്കെ അവിടെ നല്ലൊരു പ്ലാനിങ് ഉണ്ടായിട്ടാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടണേ, ഹാവിങ് ഹൈലി ടാലൻറ്റഡ് മാൻ പവർ, നമുക്ക് നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ വേണമെങ്കിൽ വി വാണ്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെയാണ് പറയാനുള്ള ഇമ്പോർട്ടൻസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ. ദെൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ വേറെ പോയിന്റ്സുകളൊക്കെ എഴുതാം. ഓക്കെ, അതുപോലെ എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതിക്കോളൂ. ഞാനിത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ വേർഡ്സുകൾ തന്നെ എഴുതണം, സെൻറ്റൻസുകളൊന്നും ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സിമ്പിൾ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പോയിന്റ്സുകൾ പഠിക്കും.